ദേവസുത സന്തതികളെ, വിശുദ്ധരെ, ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം, ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ പോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഖേതുവാകുന്നു എന്നോർപ്പിക്കുന്നുണ്ട്. ഈ ഭൂമിയിലേക്ക് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ 2 നിലവാരത്തിലുള്ള തലമുറകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന്, മാതാപിതാക്കളെ അനുസരിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അവരുടെ സന്തോഷം കാണുവാൻ ആഗ്രഹിക്കുന്ന ധാരാളം തലമുറകൾ ഈ ഭൂമിയിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന തലമുറകളും ദൈവമില്ലാത്ത തലമുറകളായി, മാതാപിതാക്കളെ ആദരിക്കാത്ത, ബഹുമാനിക്കാത്ത, അനുസരിക്കാത്ത, അവർക്ക് വ്യസനമുണ്ടാക്കുന്ന തലമുറകളായി ഈ ഭൂമിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദിമ മനുഷ്യനായ ആദവും അവയും ഏറ്റവും സന്തോഷത്തോടുകൂടി ജീവിച്ചിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ജീവിച്ചു വരവെയാണ് അവർക്ക് ദൈവം 2 തലമുറകളെ നൽകിയത്. ഒന്ന് കായീനും മറ്റേത് ഹാബേലുമായിരുന്നു. ഹാബേൽ മാതാപിതാക്കളെ അനുസരിക്കുന്നവനും ദൈവത്തോടു കൂടെ വസിക്കുന്നവനുമായിരുന്നുവെങ്കിലും കായീനെ സംബന്ധിച്ചിടത്തോളം അപ്രകാരമായിരുന്നില്ല. താന് മാതാപിതാക്കൾക്ക് ഒരു വ്യസന കാരണമായി തീർന്നു എന്ന് നമുക്ക് പറയാതിരിക്കാനായിട്ട് സാധ്യമല്ല. കാരണം അവർ 2 പേരും സന്തോഷത്തോടുകൂടി കുടുംബത്തിൽ വളർന്നു വരവേ ഹാബേൽ ഒരു യാഗം കഴിപ്പാനായിട്ട്, ദൈവത്തിന് വഴിപാട് കഴിപ്പാനായിട്ട് കടന്നു പോകുമ്പോൾ കായീനും ആ നിലകളിൽ ചെയ്യുവാൻ ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കായീൻ്റെ മേൽ കടന്നു വന്നില്ല എന്ന കാരണത്താൽ കായീന് തൻ്റെ സഹോദരനായ ഹാബേലിനോട് വൈരാഗ്യമുള്ളവനായി തന്നെ പാടത്തേക്ക് കൊണ്ടുപോവുകയും പാടത്തു വെച്ച് തന്നെ കൊന്നു കുഴിച്ചു മൂടുകയും ചെയ്ത ചരിത്രമാണ്. തൽഫലമായിട്ട് എന്ത് പറ്റി? ഒറ്റ നിമിഷം കൊണ്ട് മാതാപിതാക്കൾക്ക് 2 മക്കൾ നഷ്ടമാകുകയായിരുന്നു. ഹാബേൽ കൊല്ലപ്പെട്ടു. കായീൻ മറ്റുള്ളവരെ ഭയന്നിട്ട് എവിടേക്കോ ഓടിപ്പോയി എന്നുള്ള ചരിത്രവുമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ കായീൻ എന്ന് പറയുന്നതായ മനുഷ്യൻ മാതാപിതാക്കൾക്ക് ഒരു വ്യസനം കൊടുക്കുവാനായിട്ടിടയായി തീർന്നു എന്നുള്ള ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ വിശുദ്ധ ബൈബിൾ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നാം മാതാപിതാക്കളെ വ്യസനിപ്പിക്കുന്ന തലമുറകളായി തീരുകയല്ല, മറിച്ച് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന, ദൈവത്തെ ബഹുമാനിക്കുന്ന, അനുസരിക്കുന്ന തലമുറകളായി തീരണമെന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്? മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത് വാക്തത്വത്തോടുകൂടിയ ആദ്യ കൽപ്പന ആകുന്നു എന്നെഴുതിയിരിക്കുകയാണ്. ഇവിടെ എന്താണ് സൂചിപ്പിച്ച് പറയുന്നത്? തലമുറകൾ മാതാപിതാക്കളെ കർത്താവിൽ അനുസരിക്കുന്നവരും അത് ന്യായമായി മനുഷ്യരുടെ മുമ്പിലിരിക്കുന്ന ഒരു വ്യവസ്ഥയാണെന്നും ഓർപ്പിക്കുമ്പോൾ തന്നെ, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകുകയും നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകുകയും ചെയ്യുവാനിടയായിത്തീരും എന്ന് വളരെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുന്ന, മാതാപിതാക്കളെ വ്യസനിപ്പിക്കുന്ന, മാതാപിതാക്കളെ കഷ്ടതയിൽ ആഴ്ത്തിക്കളയുന്ന തലമുറകളായിട്ടല്ല, മറിച്ച് മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ആ തലത്തിൽ നന്മകൾ അനുഭവിക്കുന്ന, ദീർഘായുസ്സോടെ വസിക്കുവാൻ കഴിയുന്ന, ഒരു വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി തീരണമെന്നാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം മാതാപിതാക്കളെ വ്യസനിപ്പിക്കുന്നവരായിട്ടല്ല, നാം മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നവരും
ആ നിലകളിൽ നാം ജീവിതം മുൻപോട്ട് കഴിക്കുന്നവരുമായി തീരേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ദൈവം എൻ്റെ കേൾവിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യവും കൃപയും നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ ബഹുമാനിപ്പാൻ, ആദരിപ്പാൻ, അവർക്ക് ഒരു വ്യസനമായി ഞങ്ങൾ തീരാതെ അവർക്കൊരു സമാധാനമായി തീരുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.